എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാംഗോ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്താണ്, ആശ്രാമത്തുള്ള. ഞാൻ ആദ്യം വന്നപ്പോൾ ഇവിടെ ഈ അക്വേറിയം, ഈ വിവിധ നിറങ്ങളിലുള്ള മത്സ്യങ്ങളുടെ ഈ ശേഖരം ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതുതായിട്ടാണ് ഇത് വന്നതെന്ന് തോന്നുന്നു. അന്ന് ഞാൻ വന്നപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി തുടിച്ചിങ്ങനെ വെള്ളത്തിലിങ്ങനെ പോകുന്നു. ജയൻറ്റ് ഗുരാമി എന്നുള്ള ഒരു ഫിഷാണ് ഇത്. യെല്ലോ ടെയിൽ അരവോണ. കുട്ടികളും മുതിർന്നവരുമെല്ലാം ഇന്ന് സാറ്റർഡേ അല്ലേ, നാളെ സൺഡേയുമാണ്. നാളെ ആകുമ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യും ഈ മാംഗോ ഫെസ്റ്റ്. ഇന്ന് എല്ലാവരും വന്നത് കാണുകയാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാം ആയിട്ടിങ്ങനെ വന്ന് കാണുന്നു. ബ്ലാക്ക് മോർ എന്ന് പറയുന്നൊരു ഫിഷാണിത്. പിന്നെ കുഞ്ഞുങ്ങൾ, മത്സ്യക്കുഞ്ഞുങ്ങളുടെ എന്ന് വേണമെങ്കിൽ പറയാം, സീബ്ര ഫിഷ്. ഞാനിവിടെ ഈ അക്വേറിയം ഇങ്ങനെ നടന്ന് കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. എല്ലാ കുട്ടികൾക്ക് ഇത് കാണുന്നത് വളരെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ടൈഗർ ഷാർക്കാണ് ഇത്. പല പേരുകളിലുള്ള, അതിനെ കാണുമ്പോൾ അതിൻ്റെ ഓരോ പ്രത്യേകതകളും. അടുത്തത് ഏഞ്ചൽ ഫിഷ്. ഏഞ്ചൽ ഫിഷ് ഒരു പ്രത്യേക കളറിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അതിൻ്റെ മുകളിൽ, തലയുടെ മുകളിലായിട്ട് നല്ല യെല്ലോ കളർ. എല്ലാം ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുന്നു. നല്ല വർണ്ണാഭമായ വിവിധ നിറങ്ങളിലുള്ള ഈ മത്സ്യങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ നീന്തി തുടിക്കുന്നത് കാണാൻ തന്നെ നമ്മുടെ കണ്ണിനൊരു കൗതുകമാണ് കൂട്ടുകാർ. എല്ലാവരും ഇത് കാണുന്നതിനായിട്ട് ഇന്നും നാളെയും ആയിട്ട് വരണം. ഈ അക്വേറിയം വളരെ പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. കുബോട്ട എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ഫിഷാണിത്. അവയും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി നടക്കുന്നു. വെള്ളത്തിൻ്റെ ഏറ്റവും മുകളറ്റത്തായിട്ടാണ് അതിങ്ങനെ നീന്തി പോകുന്നത്. അടുത്തത് അൽബിനോ ടൈഗർ ഷാർക്ക്. നല്ല ഭംഗിയുണ്ട്, നല്ല വൈറ്റ് കളറിൽ അതിങ്ങനെ പോകുന്നു. ചെറിയ ഒരു മൂവ്മെൻറ്റ്, സിങ്സാങ് മൂവ്മെൻറ്റ്. അടുത്തത് സാഗർ ഫിഷ് എന്ന് പറയുന്നു. അത് വെള്ളത്തിൽ ഇങ്ങനെ പമ്മിയിരിക്കുന്നു. 2-3 എണ്ണമുണ്ട്. അവയെല്ലാം ഇങ്ങനെ പമ്മിയിരിക്കുന്നു. അടുത്തതായിട്ട് ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷാണ് ഇതിൽ ഏറ്റവും നല്ല സുന്ദരമായിട്ട് കാണുന്നത് കൂട്ടുകാരെ. ഒരേ നിറത്തിലുള്ള ഒരേ വർണ്ണത്തിലുള്ള നല്ല മത്സ്യക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നീന്തി പോകുന്നു കൂട്ടുകാരെ. ഗോൾഡ് ഫിഷാണ് ഏറ്റവും കണ്ണിന് ആനന്ദകരം. അടുത്തതായിട്ട് കാർപ്പെന്ന് പറയുന്ന ഫിഷാണ്. അത് ഒരു പ്രത്യേകതയുണ്ട്. ഗോൾഡൻ കളറിലുള്ളതുണ്ട്. അതിൻ്റെ ചിറകിൻ്റെ ആ ഭാഗത്തായിട്ടൊക്കെ യെല്ലോയിഷ് ആയിട്ടുണ്ട്, വൈറ്റായിട്ടും കാണുന്നു. അതിങ്ങനെ നീന്തി പോകുമ്പോൾ നമ്മൾ എല്ലാം വീക്ഷിക്കുന്നതായിട്ടാണ് തോന്നുന്നത് കൂട്ടുകാരെ. എന്തൊരു ഭംഗിയെന്ന് നോക്കിയാണ് കൂട്ടുകാരെ. എനിക്ക് ഈ കണ്ട മത്സ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് താണ്ട ഈ ഗോൾഡ് ഫിഷാണ്. അതാണ് ഏറ്റവും അധികം ഭംഗിയുള്ള മത്സ്യക്കുഞ്ഞ്. കുട്ടികളുമായിട്ടാണ് എല്ലാവരും വരുന്നത്. കണ്ട കാർപ്പെന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ളത്, അതിൻ്റെ പല കളറിലാണുള്ളത്. കണ്ട കൂട്ടുകാർ. ആശ്രാമത്തുള്ള ഗുരുമന്ദിരത്തിൻ്റെ വിശാലമായിട്ടുള്ള ഹാളിലാണ് ഇതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ആൾ
ആൾക്കാരെല്ലാം കൊച്ചു കുട്ടികളുമായി വന്ന് ഈ വിവിധ നിറത്തിലുള്ള മത്സ്യങ്ങളെയും ഇവിടുത്തെ ഈ വർണ്ണാഭമായ കാഴ്ചകളെല്ലാം ഇങ്ങനെ കണ്ട് നടക്കുന്നു. വലിയൊരു ഹാളാണ് ഈ ഗുരുമന്ദിരത്തിനകത്തുള്ളത് കൂട്ടുകാരെ. ഇങ്ങനെ ഓരോന്നിനെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു പ്രത്യേക ഒരു അനുഭവമാണിത്. ഇത് പലതരത്തിലുള്ള മൾട്ടിപർപ്പസ് ഹാൾ, പിന്നെ അങ്ങനെ തന്നെ പലതും ഉണ്ട്. എറണാകുളം, തൃശ്ശൂർ, അങ്ങനെ ഓരോ പേരിലാണ് കൊടുത്തേക്കുന്നത്. പാലക്കാട് എക്സിബിഷൻ സ്പേസ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നു. ഓരോ റൂമുകളായിട്ട് അകത്തോട്ടൊക്കെ കാണുന്നുണ്ട്. അതൊന്നും നമുക്കറിയില്ല. ഈ ഹാളിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കൂട്ടുകാരെ. ഒരു പ്രത്യേക അനുഭവമാണിത്. എല്ലാവരും ഇത് കാണുന്നതിനായിട്ട് കൊല്ലത്ത് ആശ്രാമത്തുള്ള ഈ മാംഗോ ഫെസ്റ്റ് സ്ഥലത്തേക്ക് വരണമെന്ന് പറയുകയാണ് കൂട്ടുകാരെ. എല്ലാവരും കുട്ടികളുമായിട്ട് വരിക. ഞാൻ ഇതെല്ലാം ഇവിടെ വീണ്ടും ഒന്നും കൂടെ കാണാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് ഈ അക്വേറിയം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടത്. 2-3 മീനുകൾ ഇവിടെ പമ്മി ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന കൂട്ടുകാരെ. ഞാൻ ഇവയെല്ലാം കണ്ട് ഇങ്ങനെ പോകുന്നു.